സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. നാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. Let us pray. I request Pastor Shadi Garikal to pray. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരി, ഞങ്ങളുടെ പ്രിയ ആൻറ്റി താൻ പ്രിയം വച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാനിടയായതോർക്ക് സ്തോത്രം. തൻ്റെ ജനനം മുതൽ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെയും നിന്റെ കാവൽ, നിന്റെ പരിപാലനം, നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ നന്മകളൊക്കെ അനുഭവിപ്പാൻ നിന്റെ ദാസിക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. Is the resurrection of the dead, the foundation of the gospel we preach, the foundation of the gospel that we received, the foundation of the gospel that saved you and I. The foundation of the gospel is the resurrection of Jesus Christ. What is gospel? I often say this in burial services. What is gospel? Gospel is the good news. What is the good news? The good news is Jesus Christ, born the son of David, lived and died
That is not the good news. If Jesus just lived and died and did wonders and miracles, a good man lived and did miracles, but he is dead and gone. This is that Jesus Christ died, but he rose from the dead. Amen. Amen. Without resurrection, there is no good news. So what makes the Christian faith, what gives you and I hope, is our own Lord's words that those who believe in me, even though he or she is dead, even though they die, they will live. Resurrection is the most important and the most hopeful part of Christian belief. This day, that hope is what gives you and I comfort and consolation. That one of these days the trumpet will sound, and those who are dead in Christ will rise. And those of us who remain, we shall be transformed and we will be caught up in the air to be with the Lord forever and ever. That is our blessed and glorious hope. I request the servants of God to read selected portions from 1 Corinthians chapter 15 that deals with the resurrection. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളും ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. The scripture says that but if it is preached that Christ has been raised from the dead, how can some of you say that there is no resurrection of the dead? This is the key, and if Christ has not been raised, our preaching is useless, and so is our faith. So what makes our faith, our preaching meaningful is that Jesus Christ died and he rose from the dead. Amen. If that is the case, the scripture says every one of us who believes in the resurrection of Jesus Christ, we will also rise from the dead. Amen. Let us read the second portion. 1 Corinthians chapter 15 verses 20 to 26. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. പിന്നെ അവസാനം അന്ന് അവർ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കലത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. 1 Corinthians chapter 15 verses 35 to 49. But someone may ask, how are the dead raised? With what kind of body will they come? How foolish! What you sow does not come to life unless it dies. When you sow, you do not plant the body that will be, but just a seed perhaps of wheat or something else.
but God gives it a body as He has determined, and to each kind of seed He gives its own body. All flesh is not the same. Men have one kind of flesh, animals have another, birds another, and fish another. There are also heavenly bodies, and there are earthly bodies. But the splendor of the heavenly bodies is one kind, and the splendor of the earthly bodies another. The sun has one kind of splendor, the moon another, and the stars another. And the star differs from star in splendor. So will it be with the resurrection of the dead? The body that is sown in is perishable. It is raised imperishable. It is sown in dishonor. It is raised in glory. It is sown in weakness. It is raised in power. It is sown a natural body. It is raised spiritual body. If there is a natural body, there is also a spiritual body. So it is returned, the first man Adam became a living being. The last Adam did not come first, but the natural, and after that the spiritual. The first man was of the dust of the earth, the second man from heaven. As was the earthly man, so are those who are of the earth, and as is the man from heaven, so also are those who are of heaven. And just as we have borne likeness of the earthly man, so shall we bear the likeness of the man from heaven. The scripture portions that we read deals about the resurrected body, and because I want to be short, I don't want to speak about it. We will read from the last portion, assigned portion, the last portion, please. 58. I declare to you, brothers, that flesh and blood cannot inherit the kingdom of God, nor does the perishable inherit the imperishable. Listen, I tell you a mystery. We will not all sleep, but we will all be changed in a flash, in the twinkling of an eye, at the last trumpet. For the trumpet will sound, Amen. the dead will be raised imperishable, and we will be changed. For the perishable must clothe itself with the imperishable, and the mortal with immortality. When the perishable has been clothed with the imperishable, and the mortal with immortality, then the saying that is written will come true. Death has been swallowed up in victory. Where, O death, is your victory? Where, O death, is your sting? The sting of death is sin, and the power of sin is the law. But thanks be to God, He gives us the victory through our Lord Jesus Christ. Amen. Therefore, my dear brothers, stand firm. Let nothing move you. Always give yourself fully to the work of the Lord, because you know that your labor in the Lord is not in vain. Amen. 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 The passage that we read deals about victory over death. Last night we heard about it in the last message. And the scripture says, I will tell you a mystery. We will not all sleep, but we all will be changed in a flash, in the tingling of an eye, at the last trumpet. For the trumpet will sound, the dead will be raised imperishable, and we will be changed. And those who are raised from the dead will be singing a song of victory. That song is, where, O death, is your victory? Our dear sister, our dear Ammukutti auntie, when the trumpet will sound,
she will be changed. Hallelujah. She will be raised from the dead, and she will be singing this song. Oh, death, where is your victory? Those of us, if God or if the Lord tarry to come, those of us who remain, we will be changed, and we will be singing the song. Oh, death, where is your victory? Where is your sting? Meaning, oh, death, you couldn't touch us. Amen. Those who have been touched by the death will be risen from the dead victoriously, and those who remain will be transformed and changed and sing the song, oh, where death is your sting, you couldn't touch us. Amen. That is the song that both the dead and the living are going to sing on the day when the trumpet will be sounded. And Isaiah says like this, those who die in the Lord, this is my favorite verse of all resurrection verses. Those who die in the Lord will live. Amen. Their bodies will rise again. Those who sleep in the earth will rise up and sing for joy. They will live, they will stand up, and they will sing, and they will sing the victory song. Oh, death, where is your death? Amen. I will read few more verses, and then I request the choir to sing the second song. And when the second song is sung, I request to lower the casket halfway through. For the Lord himself will descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ will rise first. Then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air. And thus we shall always be with the Lord. Hallelujah. Then I heard a voice from heaven say, write this, blessed are the dead who die in the Lord from now on. Yes, says the Spirit. They will rest from their labor, for their deeds will follow them. Then I saw a new heaven and a new earth, for the first heaven and the first earth had passed away, and there was no longer any sea. I saw the holy city, the new Jerusalem, coming down out of the heaven from God, prepared as a bride beautifully dressed for her husband. And I heard a loud voice from the throne. He will dwell with them. They will be his people, and God himself will be with them and be their God. He will wipe away every tear from their eyes. There will be no more death, or mourning, or crying, or pain, for the old order of things have passed away. He who was seated in the throne said, I am making everything new. Then he said, write this down, for these words are trustworthy and true. These words are trustworthy and true. Hallelujah. Our Lord will descend from heaven with a shout, with the voice of the archangel, and the dead in Christ will rise. Write this down. These words are true. They are trustworthy. That is our hope. Amen. Hallelujah. പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളി
ശത്രുഗ്രഹണം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ വാർത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശി വിളിക്കും നേരം കാണുവൻ വേറും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണുവൻ വരും. As for you, our beloved Ammukutti aunty, go your way till the end. You will rest, and then at the end of the days, you will rise to receive your allotted inheritance. And the dust return to the ground it came from, and the spirit returns to God who gave it. അല്ലയോ പ്രിയ അമ്മുക്കുട്ടി ആൻറ്റി, പോയി വിശ്രമിച്ചുകൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാനായി എഴുന്നേറ്റ് വരിക. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവകരങ്ങളിൽ വിശ്രമിക്കുന്നു. Amen. Our blessed Father, we are grateful and thankful for the long days of journey that you have given our beloved sister to be among us, to love you and serve you, to know you and follow you, and follow your commandments, O God, and be a good witness and testimony for her family and for her friends. Thank you for being a suitable helpmate to our dear beloved Kunju and Chang. Thank you for being a good mom to Ebi and Debbie and their children and their children, O God. We thank you for all the blessings that we have ever received and enjoyed in and through and because of her, O God. And we thank you for her life. We are grateful this day that her sufferings have ended. There is no more tears. There are no more pain and there are no more agonies. We have given her eternal rest, and we have the everlasting hope that she is resting in the presence of God. And one day when the trumpet sounds, she will be raised from the dead with millions and millions of people who have trusted in you, O Lord, who have loved you, O Lord, who served you, O Lord. We thy people, we thy servants together, commit her earthly remains for the day of resurrection into your hands. In Jesus' name we pray. Amen. 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 വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനാ വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനാ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി
കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ ചേർന്നിടും നാമിനി കാട്ടൻ കാഹളാനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി ഈ ഗേദം വിട്ടുപോകിലും ഈ ഗേദം വിട്ടുപോകിലും ഈ ഗേദം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോയിലും കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി വേണ്ട ദുഃഖം തെല്ലുമേ പ്രത്യാശയിന്ദിന വേണ്ട ദുഃഖം തെല്ലുമേ പ്രത്യാശയിന്ദിനം കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി കാഹളനാദത്തിൽ ഓർത്തു ചേർന്നിടും നാമിനി. Those of you who wish to lay the flowers, you have time. Then later, let us have a closing prayer and benediction by Pastor Yohanan. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ഗ്രേവ്യാർഡിൽ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ ദാസിയുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവെ, അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്തിൽ കർത്താവെ, ഈ മണ്ണിനോട് ചേരുന്ന ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ അഭിഷക്തന്മാരും ബന്ധുക്കളും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ഞങ്ങൾ അന്തിമ വിട പറയുമ്പോൾ കർത്താവെ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മുഖ്യ മാമയെ കാണാനുള്ള ആ പ്രത്യാശ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം 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 സ്തോത്രം. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടി അതിന്റെ വേരറ്റുപോയി ഉണങ്ങിപ്പോയാൽ വെള്ളത്തിന്റെ ഗന്ധമേറ്റ് അത് വീണ്ടും കിളിർക്കുന്നത് പോലെ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ആ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗന്ധമേറ്റ് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ശക്തിയുടെ ഗന്ധമേറ്റ് അനേകായിരം വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ സുദിനത്തിൽ ഞങ്ങളുടെ അമ്മാമയും അവിടുത്തെ ദാസിയും ഉയർക്കും. അന്ന് ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഒരിക്കലും പിരിയാത്ത ആ നിത്യരാജ്യത്തിലായിരിക്കുമെന്ന പ്രത്യാശയോട് ഞങ്ങൾ വിട പറയുമ്പോൾ കുഞ്ഞോൻ ചായനും യബിക്കും കുടുംബത്തിനും നബിമോക്കും കുടുംബത്തിനും ബന്ധുക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, കൂട്ടുവിശ്വാസികൾ, ഞങ്ങൾക്കെല്ലാവരും അവർക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്ന ദിവ്യ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നൽകുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. മടക്കയാത്രയിൽ നിന്റെ ജനത്തോട് കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you all for coming. Please join us and the family for a time of fellowship. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജന